3 കവറ് പാല്, 1.5 ലിറ്റർ പാല് അങ്ങ് പിരിഞ്ഞു പോയി. എങ്ങനെ പിരിഞ്ഞെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. നമുക്കതിനെ അങ്ങ് പനീറാക്കാം. ഇച്ചിരി ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ചിട്ട് ബാക്കി കൂടെ അങ്ങ് പിരിപ്പിക്കുക. ഏതായാലും പിരിഞ്ഞു, ബാക്കിയൂടെ പിരിയട്ടെ. പാത്രമൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തൊക്കെയാണ് വെച്ചത്. എങ്ങനെയാണ് പിരിഞ്ഞതെന്ന് അറിയത്തില്ല. കറണ്ട് പോയതാണെന്നോ ഉണ്ടോ എന്നറിയത്തില്ല, ഫ്രിഡ്ജിൽ ഇരുന്ന് കേടായതാണെന്ന് അറിയത്തില്ല. എനിവേ അതിനെ അങ്ങ് പിരിപ്പിക്കുക. ലെമൺ ജ്യൂസ് ഒഴിച്ച് ഒന്നുകൂടെ ഒരു 2 മിനിറ്റ് കൂടെ തിളപ്പിക്കുക. 2-3 മിനിറ്റ് കൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പം ബാക്കിയൂടെ അങ്ങ് പിരിയട്ടെ. ഏതായാലും പിരിഞ്ഞു, ബാക്കിയൂടെ പിരിയട്ടെ. ഇതാണ്ട ഇതെന്തോ രണ്ടായിട്ട് വന്നു. പാഴ വേറെ, പാല് വേറെ, വെള്ളം വേറെ, പിരിഞ്ഞത് വേറെ. അത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു കോട്ടൺ തുണിക്കകത്തോട്ടൊന്ന് ഡ്രെയിൻ ചെയ്യാം. ചെറിയ ചൂടിൽ കുഴപ്പമില്ല. ഒരു കോട്ടൺ തുണി എടുത്ത് വെച്ച് അതിനകത്തോട്ട് ഇങ്ങനെ അരിച്ചെടുക്കാം. ചെറിയ ചൂടുണ്ട്, ഒത്തിരി തിളക്കണമെന്നില്ല. ചെറിയ ചൂടിനകത്തായാലും കുഴപ്പമില്ല. അത് ഫുള്ളായി ഇങ്ങനെ അരിച്ചെടുത്ത് തുണിയൊന്ന് ബണ്ടിലാക്കിയിട്ട് അതിനെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. കൈ പൊള്ളും, ചെറിയ ചൂടുണ്ട്. അതിനെ ഒന്നിങ്ങനെ കംപ്ലീറ്റ് വെള്ളം പോകണം. വെള്ളം പോയില്ലെങ്കിൽ അത് മുറുകത്തില്ല. നമുക്കൊരു സ്പൂണ് വെച്ച്, ചൂടായതുകൊണ്ട് ഒരു സ്പൂണ് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആ വെള്ളം കംപ്ലീറ്റ് അങ്ങ് പോകും. നല്ലതായിട്ട് പ്രസ് ചെയ്ത് മുഴുവൻ എടുത്തിട്ട് മാക്സിമം വെള്ളം കളയണം. കംപ്ലീറ്റ് വെള്ളം എടുത്ത് കളഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് വെച്ചിട്ട് അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക, ഒന്ന് ലെവൽ ചെയ്യുക. ആ സ്പൂൺ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വെള്ളം അങ്ങ് പോവുകയും ചെയ്യും. ഇതൊരു ലെവലും വരും. എന്നിട്ട് അതിൻ്റെ ഭാഗത്ത് ഒരു വെയിറ്റ് വെക്കണം. ഞാൻ ഈ പാനിപ്പൂരിയുടെ പാത്രം എടുത്ത് വെച്ചേക്കാം. എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് പ്രസ്സാകാൻ വേണ്ടി. ഒരു 10 മിനിറ്റ് വെച്ച്, 10 മിനിറ്റ് കഴിഞ്ഞ് ചൂടൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കാം ഇവൻ എങ്ങനെ ഉണ്ടെന്ന്. സംഭവം ഏതായാലും സെറ്റായി നല്ല സോഫ്റ്റായിട്ട് കിട്ടി. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് പനീർ കിട്ടി. നല്ല സ്ക്വയറായിട്ട് എടുക്കാം. ഇപ്പോഴേ കറി വെക്കാം, ഇല്ലേ ഫ്രിഡ്ജ് വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും വെക്കാം. നല്ലതായിട്ട് കിട്ടി. നല്ല ക്യൂബ്സ്, നല്ല സോഫ്റ്റ് ക്യൂബ്സായിട്ട് കിട്ടി. എന്തിനാ കടയിൽ പോയി വാങ്ങിക്കുന്നത്? ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. 3 കവർ പാൽ, 22 × 3 66 രൂപ. എങ്ങനെ ഒരു 1/4 കിലോയ്ക്ക് മേലെയുണ്ട്. 300-350 ഗ്രാമുണ്ട്. ഒരു 250, 280, 300 രൂപയുടെ പനീർ കിട്ടി. 22 × 3 66 രൂപയുടെ പാൽ, 2 തുള്ളി നാരങ്ങ നീര്. പക്ഷെ ഇത്രയും കിട്ടി. നല്ല ക്യൂബ്സാണ് കിട്ടി. നമുക്ക് പാല് പിരിഞ്ഞതിന് വെറുതെ കളയാതെ ഇങ്ങനെ ഒരു പ്രയോജനമാകും. ഒന്നുണ്ടാക്കി നോക്ക്. പാല് പിരിച്ചിട്ട് അന്നേരം ഉണ്ടാക്കാം.